children, welcome back to my channel LKL Star Max Class. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള ചാപ്റ്ററിലെ nth ടേം ഓഫ് ആൻ AP ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ അതിനൊരു ജനറൽ ഫോർമുല നമുക്കിവിടെ ഉണ്ട്. AN = A + n - 1 × D. അപ്പോൾ ഇതെന്താണെന്ന് ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് ചെയ്ത് നോക്കാം. കണ്ടോ, AN = A + n - 1 × D. ഇങ്ങനെയാണിത് വായിക്കുക. സോ അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ 10th ടേം ഓഫ് ആൻ AP. ആ എ പി ഏതാണ്? 2, 7, 12, ദെൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. സോ ഇങ്ങനെ ഇവിടെ നമുക്ക് എത്ര ടേംസാണ് തന്നിട്ടുള്ളത്? 1, 2, 3 ടേംസാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ 10th ടേം. ഏതാ 10th ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ദെൻ ഫോർത്ത് ടേം, അങ്ങനെ പോയി ഇവിടുത്തെ ഒരു 10th ടേം ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ nth ടേമാണത് അല്ലേ. ആ nth ടേം നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള ഏതാണ്? ഇതാണ് n എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ AN എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ 10 ആയിരിക്കും. അപ്പോൾ nth ടേം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തരുന്നത് ഏത് ടേമാണോ ആ ടേമാണ് n എന്ന് പറയുന്നത് കേട്ടോ. കണ്ടുപിടിക്കാനുള്ള ഏത് ടേമാണോ ആ ടേം ആയിരിക്കും. സോ AN. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? n എന്ന് പറഞ്ഞാൽ 10 ആണ്. ക്ലിയർ ആയല്ലോ. ഇനി എന്താ നമുക്ക് വേണ്ടേ? A വേണോ അല്ലേ. ഇക്വേഷനിലുള്ള A വേണം. സോ A എന്ന് പറയുന്നത് ആരായിരിക്കും? നമ്മുടെ AP-യിലുള്ള ഫസ്റ്റ് ടേമിനെയാണ് നമ്മൾ A എന്ന് പറയുക. ക്ലിയർ ആയല്ലോ. സോ A നമുക്കെടുത്ത് എഴുതാം. എന്താണ്? 2 എന്ന് എഴുതാം. അപ്പോൾ നമ്മളിവിടെ A എന്താണെന്നുള്ളത് എഴുതി വെച്ചു, n ആരാന്ന് എഴുതി വെച്ചു, A ആരാന്ന് എഴുതി വെച്ചു. ദെൻ ഇനി n - 1. ഓക്കെ, അതോടെ നിന്നോട്ടെ. ഇനി നമുക്ക് ഒരാളെയും കൂടി വേണം അല്ലേ, D. ഡിഫറൻസ് എങ്ങനെ കാണുക? മുന്നത്തെ എല്ലാ വീഡിയോസിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. അതായത് ഇത് A1, ഇത് A2 ആണ്, ഇത് A3 ആണ്. സോ ഡിഫറൻസ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? A2 - A1. സോ ഇവിടെ എഴുതാം നമുക്ക് A2 - A1 വിച്ച് മീൻസ് വാട്ട്? 7 - 2. കണ്ടോ, 7 - 2 വി ഗോട്ട് വാട്ട്? 5. കണ്ടോ, അപ്പോൾ എന്താ നമ്മൾ കണ്ടുപിടിച്ചാൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? AN = A + n - 1 × D ആണ്. സോ അതിനകത്ത് n എടുത്തെഴുതി, A എടുത്തെഴുതി, ദെൻ നമ്മൾ എന്താ കണ്ടുപിടിച്ചേ? Dനെയും കണ്ടുപിടിച്ചു അല്ലേ. A2 - A1 വിച്ച് മീൻസ് 7 - 2 = 5. അപ്പോൾ ഓക്കെ ആയല്ലോ ഇത്രയും. ഇനി നമുക്ക് ഇക്വേഷൻ ഒന്നും കൂടി നമുക്കിവിടെ എടുത്തെഴുതാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? nth ടേം ആണ് കാണേണ്ടത്. nth മീൻസ് ആരാ? 10th ടേം കാണാനാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ nth ടേം എന്ന് പറയുന്നത്. nth ടേം ഓഫ് ആൻ AP. nth ടേം ഓഫ് ആൻ APയുടെ ഇക്വേഷൻ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞു. AN = A + n - 1 × D. അപ്പോൾ നമുക്കിവിടെ എന്നിൻ്റെ സ്ഥാനത്ത് ആരെ എഴുതേണ്ടത്? 10. 10th ടേമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ. ഇനി ഈ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആയിട്ടുള്ള 2 എഴുതുക. ഇനി n - 1 എന്ന് പറയുമ്പോൾ n എന്ന് പറയുന്നത് 10 അല്ലേ. സോ 10 - 1. ഇനി D എന്ന് പറയുന്നത് എത്രയാണ്? 5. ക്ലിയർ? ഇനി അതുപോലെ തന്നെ എന്തെഴുതാം നമുക്ക്? A10 = 2 + 10 - 1 എന്ന് പറയുമ്പോൾ എത്രയാ? 9 അല്ലേ. ഇൻറ്റു 10 - 1 × 5 എന്നാണ്. സോ 9 × 5. ദെൻ A10 = 2 + 9 × 5 = what? 45. ക്ലിയർ ആയോ ഇത്രയും? സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ A10 നമുക്ക് കിട്ടില്ലേ. A10 മീൻസ് എത്ര കിട്ടും? 45 + 2 എന്ന് പറഞ്ഞാൽ 47. ക്ലിയർ ആയോ? ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിളാണ് കേട്ടോ. ഈ nth ടേം ഓഫ് ആൻ APയിലെ ഫസ്റ്റ് എക്സാമ്പിളാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ nth ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? nth ടേം ഓഫ് ആൻ APയുടെ ഫോർമുല എന്താണ്? AN = A + n - 1 × D. n എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലെ തരും ക്വസ്റ്റ്യൻ അല്ലേ. ഫൈൻഡ് ദ ടേം 10th ടേം ഓഫ് ദ AP എന്ന് പറയുമ്പോൾ n എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഈ 10ാമത്തെ ടേം അല്ലേ, 10th ടേം. ഈ ഒരു സീക്വൻസിലുള്ള അല്ലെങ്കിൽ ഈ ഒരു APയിൽ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ 10th 10ാമത്തെ സ്ഥാനത്ത് വരുന്ന നമ്പറെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. സോ അതിനുള്ള ഇക്വേഷനാണ് നമ്മൾ ഈ പഠിച്ചത് nth ടേം. സോ n എന്ന് പറയുന്ന മറ്റാരുമല്ല, എന്താണ്? എത്രാമത്തെ ടേമാണോ കാണേണ്ടത് അതായിരിക്കും n. ഇവിടുത്തെ A എന്ന് പറയുന്നത് ആരാണ്? ഫസ്റ്റ് ടേമാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ ഇക്വേഷൻ എഴുതിയിട്ട് ഇക്വേഷൻ്റെ സ്ഥാനത്തൊക്കെ അതേ നമ്പർ ഇൻസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ അത് വെച്ചിട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഇവിടെയൊക്കെ വരുമ്പോൾ നോക്കിയേ, നമ്മുടെ ഫോർമുല എന്തായിരുന്നു? AN = A + n - 1 × D എന്നാണ് ഫോർമുല. സോ ANൻ്റെ സ്ഥാനത്ത് നമ്മൾ A10 കൊടുത്തു. = Aയുടെ സ്ഥാനത്ത് എന്താണ്? 2 + n - 1 എന്ന് പറയുമ്പോൾ എന്താണ്? 10 - 1 ആയിരിക്കും അല്ലേ. n എന്ന് പറയുന്നത് 10 അല്ലേ. 10 - 1 × 5 ആണ്. ഇനി നമ്മുടെ അടുത്ത സെക്ഷൻ എന്താ? A10 = 2 + 10 - 1 എന്ന് പറഞ്ഞാൽ എന്താ? 9 × 5 ആണ്. ഇവിടെ നിങ്ങൾ ഇത് രണ്ടും കൂടെ ആദ്യം ചെയ്ത് വെക്കരുത് കേട്ടോ, തെറ്റാണ്.
അപ്പോൾ ഇത് രണ്ടും കൂടെ ഇപ്പോൾ നിങ്ങൾ ചെയ്തു വെച്ചാൽ എത്രയായിരിക്കും കിട്ടുന്നത്? 11 കിട്ടില്ലേ? 11 × 5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 55. സോ ആദ്യം ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ പോർഷനാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ A10 = 2 + 9 5 are 45. Then A10 = 2 + 45 47. ക്ലിയർ? സോ ഇതിൻ്റെ ഫസ്റ്റ് എക്സസൈസ് ഒക്കെ ചെയ്തതാണ്. സോ അതെല്ലാം നോക്കി പഠിക്കുക നന്നായിട്ട്. അതായത് എക്സസൈസ് 5.1-ലുള്ള 5th വരെ അല്ല 4th സെക്ഷൻ വരെ ഉണ്ടായിരുന്നു. അതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നന്നായിട്ട് അതൊക്കെ നോക്കിയിട്ട് ഒന്നുകൂടി പഠിക്കുക. സോ കുറച്ചുകൂടി ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്.